കുറച്ച് നെത്തോലി കിളിമീനും വറുക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യമേ കുറച്ച് മസാല ഉണ്ടാക്കാം. നമുക്ക് ആദ്യമേ അതിനായിട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി. മാമി എനിക്ക് മുളക് പൊടി. 3/4 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം. താങ്ക് യു. മിക്സി ഞങ്ങൾക്കറിയാം നമുക്ക് കുറച്ച് ചുക്ക് പൊടി. നമുക്ക് ഉപ്പ് പൊടി ഇടാം. കുറച്ചിട്ടാ മതി. നമുക്ക് അവസാനമായിട്ട് ഗാർലിക്കിൻ്റെ പേസ്റ്റ് അമ്മ അരച്ച് തന്നു, അതും കൂടി ഇടാം. നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. മതി കൂടി മിക്സ് നല്ലോണം ചെയ്യുന്നുണ്ടിരിക്കും. മീനിനകത്ത് നിന്ന് ചേർത്ത് ഇപ്പൊന്നും അറിയത്തില്ല, നിന്ന് തേക്കുന്നില്ല. ഇത് തേച്ച് കൊടുക്കാം. തേക്കുന്നു. കേൾക്കുന്നുണ്ടോ? എന്നിട്ട് നീ കുളിക്കണം കേട്ടോ. എൻ്റെ അടുത്തോട്ട് പോകുന്നില്ല ഞാൻ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലും കൂടെ മീനാവും. ചേച്ചി എടുത്താൽ മതി. മീനിന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ പാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാൻ വെച്ച് മതി, ഇച്ചിരി കുത്തിയാൽ മതി. ഈ പാനൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ ഒരുവിധം ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
നമ്മൾ ഫസ്റ്റ് കിളിമീനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കിളിമീനുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഫ്രൈ ആയി വരും. ഫിഷ് ആയിട്ടുണ്ട് ഒരു സൈഡ്. നമുക്കിനി നെത്തോലി എല്ലാം ഒന്ന് ഇളക്കിയിടാം. ഈ കിളിമീൻ മാത്രം നമുക്കൊന്ന് തിരിച്ചിടാം. ഫ്രണ്ട്സ്, ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോകാനും റെഡിയായി. ഇനി ഞാൻ ഈ ഫിഷ് ഫ്രൈ എൻ്റെ ലഞ്ച് ബോക്സിലും വെക്കുന്നുണ്ട്. താങ്ക് യു.